എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുള്ളത്. ശക്തമായ പ്രതിപക്ഷമുള്ളിടത്താണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും അനുഭവിച്ചറിയുന്ന ദിനങ്ങളാണ് ഇവ എന്ന് പറയാം. പ്രതിപക്ഷമില്ലാതിരിക്കുകയോ ദുർബലമായിരിക്കുകയോ ചെയ്താൽ ഭരണം ഏകാധിപത്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ചോദിക്കാനും പറയാനും എതിർപ്പ് പ്രകടിപ്പിക്കാനും ആരുമില്ലാത്ത അവസ്ഥയാണ്. അത്തരം സാഹചര്യങ്ങളിൽ നല്ലവരാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും സ്വാഭാവികമായും ഭരണം മോശമാകാനുള്ള സാധ്യതയുണ്ട്. 2 പതിറ്റാണ്ട് കാലമായി രാഹുൽ ഗാന്ധി പാർലമെന്റ് അംഗമാണ്. 2004 മുതൽ 2014 വരെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. ആ സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയാകാമായിരുന്നു. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണമെന്ന് അനുകൂലികൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കാനാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചത്. 2014 മുതൽ 2024 വരെ 10 വർഷക്കാലം BJPയുടെ ഭരണമാണ്. ആ സമയത്തും അദ്ദേഹം MP ആയിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവാകാൻ സാധിച്ചില്ല. അംഗബലമില്ല എന്നുള്ള സാങ്കേതിക കാരണത്താൽ പ്രതിപക്ഷമില്ലാതെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം മോദി സർക്കാർ ഭരണം നടത്തിയത്. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിന് ഒരുക്കമെന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി രാജ്യമൊട്ടാകെ സഞ്ചരിക്കുകയുണ്ടായി. ജോഡോ യാത്ര എന്ന പേരിൽ രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര രാഹുലിനും രാജ്യത്തിനും ജനാധിപത്യത്തിനും നേട്ടമായി തീർന്നു. അദ്ദേഹം തൻ്റെ യാത്രയിലൂടെ വലിയ അനുഭവ സമ്പത്തുള്ളവനായി, പ്രായോഗിക ബുദ്ധിയുള്ളവനായിട്ട് മാറി. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആവശ്യാനുസരണം ലളിതമായ ഭാഷയിൽ സംസാരിക്കാൻ പഠിച്ചു. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ജനങ്ങളെ പ്രചോദിപ്പിച്ചുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തി. അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും കരുത്തരായ നേതാക്കന്മാരിൽ ഒരാളായി രാഹുൽ ഗാന്ധി മാറുകയാണ് ചെയ്തത്. ഈ പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹം ഭരണഘടന ഉയർത്തിക്കാട്ടി. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു. BJP ഭരണഘടനയെ മാനിക്കാതെ ഭരിക്കുന്നു. ഭരണഘടനയുടെ സംരക്ഷണത്തിന് എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് എന്ന് സാധാരണക്കാരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഫലമുണ്ടാക്കി എന്നുള്ളത് തീർച്ചയാണ്. 18ാം ലോകസഭയിലേക്ക് പ്രധാനമന്ത്രി മോദി കടന്നു വന്ന് അദ്ദേഹം ഭരണഘടനയെ തൊട്ടു, വന്ദിച്ചു. അതിനുശേഷമാണ് നടപടിക്രമങ്ങളിലേക്ക് പോയത്. അതിനെ ചെറിയൊരു കാര്യമായി കാണാനാവില്ല. വെറുമൊരു ചടങ്ങായിട്ടും അതിനെ കാണാൻ പാടില്ല. ഭരണഘടന അനുസൃതമായിരിക്കണം ഭരണമെന്നുള്ള വലിയ ഒരു സന്ദേശം അദ്ദേഹം ഉൾക്കൊണ്ടു എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. അധികാര സ്ഥാനങ്ങളൊന്നും മോഹിക്കാതിരുന്ന രാഹുൽ ഗാന്ധി പക്ഷേ ഇപ്രാവശ്യം പ്രതിപക്ഷ സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് കണ്ടപ്പോൾ ആരുടെയും വലിയ പ്രേരണ കൂടാതെ തന്നെ അദ്ദേഹം അത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയാണ് ചെയ്തത്. തനിക്കൊരു ഉത്തരവാദിത്വം ഈ രാജ്യത്തോടുണ്ട്. തനിക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. ഒരുപക്ഷെ ഈ രാജ്യത്തെ നയിക്കേണ്ടത് തന്നെ താനായിരിക്കുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും എന്ന് കരുതാൻ ന്യായങ്ങൾ ധാരാളമാണ്.
വളരെ കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മെയ്വഴക്കത്തിലും മൊഴിവഴക്കത്തിലുമാണ് അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മറുപടിയായി കഴിഞ്ഞ 10 വർഷക്കാലം BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ജനവിരുദ്ധ, ഭരണഘടനാ വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ചെറുപ്പക്കാരനായ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ അമിതാവേശം കടന്നുകൂടുക സ്വാഭാവികമാണ്. പൊതുവേദികളിലെ ജനങ്ങളെ ആവേശം കൊള്ളിക്കാനും പ്രചോദിപ്പിക്കാനും ഉതകുന്ന എല്ലാ ചേരുവകളും ഉപയോഗിക്കാം. എന്നാൽ പാർലമെന്റ് അങ്ങനെയല്ല. പാർലമെന്റിൽ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി അക്കമിട്ട് അവതരിപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്റിൻ്റെ അടിസ്ഥാന മര്യാദകളും ഭരണഘടനയുടെ നിബന്ധനകളും അനുസരിച്ചായിരിക്കുകയും വേണം അത്തരം പ്രഭാഷണങ്ങൾ. അവിടെ വെറും രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തി കോലാഹലമുണ്ടാക്കിയതുകൊണ്ടും പ്രയോജനമില്ല. സാധാരണ പൗരന്മാരെക്കാൾ കൂടുതൽ ഭരണഘടനാപരവും രാഷ്ട്രീയപരവുമായ അറിവും അനുഭവവും ഉള്ളവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവർ എന്നാണ് പൊതുവായിട്ടുള്ള ധാരണ. ആ ധാരണയ്ക്കും നിലവാരത്തിനും ചേർന്ന വിധത്തിലാണ് ജനപ്രതിനിധികൾ വർത്തിക്കേണ്ടത്. ഭരണം തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ല പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. നന്നായി ഭരിക്കാൻ സർക്കാരിനെ സഹായിക്കുകയെന്നുള്ളതാണ്. വിയോജിപ്പ് പറഞ്ഞാൽ പ്രതിപക്ഷം അംഗബലത്തിൽ കുറവാണ് എന്നുള്ള കാരണത്താൽ അവരെ അപഹസിക്കാനോ അടിച്ചിരുത്താനോ ശ്രമിക്കുന്നതും ഭരണപക്ഷത്തിൻ്റെ വിജയമായിട്ട് കരുതാൻ പാടുള്ളതല്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോഗ്യകരമായ സമീപനം പുലർത്തുമ്പോഴാണ് രാജ്യത്ത് ജനാധിപത്യം പുലരുന്നത്, ജനക്ഷേമം ഉറപ്പാകുന്നത്. അതിന് ഉതകുന്നതാകട്ടെ 18ാം ലോകസഭ എന്ന് നമുക്ക് ആശിക്കുകയും ആശംസിക്കുകയും ചെയ്യാം.